പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവിയുടേതാണ് ഉത്തരവ്. അന്വേഷണ സംഘത്തെ പിന്നീട് രൂപീകരിക്കും. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഉത്തരവിന്റെ വിശദാംശങ്ങൾ. അതായത് അനുജ, ഈ അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. ഈ സഹപാഠികളും സ്കൂൾ അധികൃതരുടെയും ഒക്കെ തന്നെ മാനസിക പീഡനം, മാനസിക പ്രശ്നങ്ങൾ അമ്മുവിനെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം ഉണ്ടായിരുന്നത്. പത്തനംതിട്ട പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം നടത്തിയത്. ഈ കേസിൽ 3 സഹപാഠികളെ പോലീസ് പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഇവർ റിമാൻഡിൽ ഉൾപ്പെടെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുടുംബം പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നൊരു നിലപാടും സ്വീകരിച്ചിരുന്നു. എന്തായാലും ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വരികയാണ്. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് അന്വേഷണം സംബന്ധിച്ച ഉത്തരവ് നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ പിന്നീട് തീരുമാനിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. എന്തായാലും കുടുംബത്തിന്റെ ഉൾപ്പെടെ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പോലീസ് നിലവിൽ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അമ്മു സജീവ് NSS ഹോസ്റ്റലിൽ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഈ മരണത്തിൽ വലിയ തോതിലുള്ള ദുരൂഹത കുടുംബം ഉന്നയിക്കുകയും പിന്നീട് വലിയ വിവാദമായിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും.